ജില്ലയിൽ നെഫ്രോളജിസ്റ്റ് നിയമനം വേണമെന്ന ആവശ്യം. ആരോഗ്യ കാർഡ് ഉപയോഗിച്ച് ഡയാലിസിസ് ചെയ്തവർക്കുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കണമെന്നും പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൃക്ക രോഗികളുടെ ക്ഷേമത്തിനു വേണ്ടി സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പോർഫ. ജില്ലയിൽ നെഫ്രോളജിസ്റ്റ് നിയമനം വേണമെന്ന് പോർഫ ആവശ്യപ്പെട്ടു. ആരോഗ്യ കാർഡ് ഉപയോഗിച്ച് ഡയാലിസിസ് ചെയ്തവർക്കുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കണമെന്നും പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ നവംബറിൽ അവരോട് നമുക്കൊക്കെ ഒരു സന്ദേശം തന്നു. ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഉടനെ തന്നെ നിവേദനവുമായി കലക്ടർക്ക് പോയി. കലക്ടറെ കണ്ട ഉടനെ അതിന്റെ ഗൗരവം കലക്ടർക്ക് മനസ്സിലായി. കാരണം ഈ ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ പറ്റില്ല, എന്തായാലും മെഡിക്കലേ വഴിയും. അപ്പൊ അതുകൊണ്ട് കലക്ടർ ഉടൻ തന്നെ അവരെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഡിലിവറിയായിട്ട് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് ഉടൻ തന്നെ ഒരു പരിഹാരം കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷെ അവരെ അയച്ചെന്നില്ലാണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ ഒരു പരിഹാരം കണ്ടതുമില്ല. വീണ്ടും ഞങ്ങൾ കലക്ടർക്ക് പോയി ഇതേ നിവേദനമായി ഞങ്ങൾ ആരോഗ്യ മന്ത്രിക്ക് അയച്ചു, അതേപോലെ തന്നെ ആരോഗ്യ സെക്രട്ടറിക്ക് അയച്ചു. വീണ്ടും ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ കോർഡിനേഷൻ ചെയ്യുന്ന കേരള ഹെൽത്ത് ഏജൻസിന്റെ ഡയറക്ടർക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലെറ്റർ അയച്ചു. അതേപോലെ തന്നെ ഫോണായി ഒരുപാട് സമയം ബന്ധപ്പെട്ടു. പക്ഷെ എല്ലാം അവര് പറയുന്നില്ലാണ്ട് ചെയ്യാന്ന് പറയുന്നില്ലാണ്ട് ഇതുവരെ ചെയ്തിട്ടാണ്. അങ്ങനെ അവര് കേരള ഹെൽത്ത് ഏജൻസിന്റെ നേതൃത്വത്തിൽ കാമ്പത്ത് ഡയൽ സെന്ററിന്റെ അധികൃതരുമായി ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി. ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിട്ട് അവർ പറഞ്ഞു, എന്തായാലും ഈ ഒക്ടോബർ 30 നിങ്ങൾക്ക് പൈസ തന്നിരിക്കുന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ഡയാലിസിസ് നിർത്താൻ പാടില്ല. കാരണം നിങ്ങൾ ഡയാലിസിസ് നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് രോഗികൾ കഷ്ടത്തിലായിപ്പോ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഡയാലിസിസ് തുടർന്ന് പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ 30 വരെ കഴിഞ്ഞ 30 വരെ ഈ ഡയാലിസിസ് സെന്റർ കാമ്പത്ത് ഡയാലിസിസ് സെന്റർ തുറന്നു പോയിരിക്കും. പക്ഷെ ഈ 30 അവര് വാക്ക് പാലിച്ചില്ല, പണം കിട്ടിയില്ല. അവരെന്ത് ചെയ്തു? 31-ാം തീയതി അവര് ഈ സെന്റർ കൂട്ടി. അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഖാലിദ് കൊളവയൽ, സലാം അപ്സര, വാസു മുതിയക്കാൽ, ബാലകൃഷ്ണൻ എ, എം നസുനുദ്ദീൻ, എം നസ്രുദ്ദീൻ, വിനോദ് പി കെ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.